ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ നാലാമത്തെ വേർഡ്സ് തൊട്ട് 8-ാമത്തെ വാക്യം വരെ. പിന്നെ വലിയൊരു പുരുഷാരവും ഓരോ പട്ടണത്തിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്നവരും ഒരുമിച്ച് കൂടിയപ്പോൾ അവനൊരു ഉപമയായി പറഞ്ഞത്. യേശു തൻ്റെ ശുശ്രൂഷകാലത്ത് തൻ്റെ ശിഷ്യന്മാരോടും തന്നെ ചുറ്റി നിന്ന പുരുഷാരത്തോടും പറഞ്ഞൊരു ഉപമ അല്ലേ. വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പർവ്വജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണു മുളച്ച് നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ചു 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ, സ്തോത്രം. ഇപ്പം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ദൈവം ചെവി ഉണ്ടായാലും നമുക്കിതൊക്കെ കേൾക്കാമെങ്കിലും ദൈവം ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമ്മൾ അതിനെ കേട്ടാൽ മാത്രം പോരാ, അതിനെ കേട്ടത് എപ്രകാരമാണോ അപ്രകാരം അനുസരിപ്പാനും ബാധ്യസ്ഥരാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ സ്വന്തം തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ ഒരു ഉപമയാണ് അല്ലേ. നമ്മൾ അനേക പാസ്റ്റർമാരിൽ നിന്നെല്ലാം കേട്ട നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു ഭാഗമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാനും വായിച്ചപ്പോൾ ഞാനും ഇങ്ങനെ പറഞ്ഞത്, ഇത് കേട്ടതാണല്ലോ, ഇതിൽ എന്താണ് കൂടുതൽ സംസാരിപ്പാനുള്ളത്. ആമേൻ, സ്തോത്രം. അപ്പം അതെൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെടും. അപ്പോൾ ഈ വിത്തെന്ന് ഉദ്ദേശിക്കുന്ന ദൈവവചനമാണ് അല്ലേ. വിത്തിനെ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം വിത്ത് എന്ത് ചെയ്തു, അതായത് വചനം. നമ്മൾക്കറിയാം, നമ്മളീ ഒരു 90% വ്യക്തികളും എല്ലാ ദിവസവും ചിലപ്പോൾ എന്താണ് ഒരു 80% ആൾക്കാരും നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ദൈവവചനം യൂട്യൂബ് വഴിയാണെങ്കിലും മറ്റേതെങ്കിലും വഴിയിലൊക്കെ ദൈവവചനങ്ങൾ നമ്മൾ ശ്രവിക്കാറുണ്ടല്ലേ. പല രീതിയിൽ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ എവിടെ ഉപവാസ പ്രാർത്ഥന വെച്ചാലും പോവും, കേൾക്കും. വചനങ്ങൾ കേട്ട് മടുത്തിരിക്കുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. അപ്പം ഇന്ന് ഒരു നിമിഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭാഗം ചിന്തിക്കുക. അതായത് ഈ കേട്ട വചനങ്ങളിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും, അല്ല എൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരം കൂട്ടിയോ എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്ന പോലെ വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. അതായത് വചനങ്ങൾ നമ്മൾ കേൾക്കുവാണ്. പലരിടത്തു നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത്, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിൽ, അതായത് വഴിയരികെന്ന് വെച്ചാൽ ഒരു തുറന്നായ സ്ഥലം. പലപ്പോഴും നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനങ്ങളായാലും എന്താ പറയുന്നത്, ഒരു ഓപ്പണായിട്ട് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു സ്ട്രിക്റ്റും ഇല്ല, കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഭവനങ്ങളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന സമയത്ത് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. 6 PM നമ്മുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനകളുണ്ട് അല്ലേ. ഇന്ന സമയങ്ങൾ നമ്മൾ ദൈവകാര്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബിസി വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ബന്ധുക്കൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നമ്മൾ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എടുത്ത് മാറുക. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു വഴി പോലെ തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ദൈവത്തിന് നമ്മൾ വെച്ചൊരു സമയമുണ്ട് അല്ലേ. എമർജൻസി സിറ്റുവേഷൻ അല്ലാത്ത കാര്യം, നിസ്സാര കാര്യം, ചിലവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാൻ നിൽക്കുവാണ്, എന്ത് പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, അല്ലെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനുണ്ടല്ലേ. അപ്പം ഇവിടെ പറയുന്ന പോലെ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ എന്താണ് ഒരു തുറസായ സ്ഥലം പോലെ, എന്നൊരു സ്ട്രിക്റ്റ് ഇല്ലാതെ വണ്ണം നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അത് എന്താണ് യാതൊരു ഗുണവുമില്ലാതെ വണ്ണം നമ്മളായിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണ് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അവിടെ പറഞ്ഞ പോലെ പർവ്വജാതികൾ അല്ല, മറ്റുള്ളവരത് ചവിട്ടിക്കളയും. ആമേൻ, സ്തോത്രം. അപ്പം നല്ല പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടും അതിനെന്താണ് ഒരു റോഡിൽ നമ്മൾ വിതയ്ക്കുന്നതെന്നല്ല പറഞ്ഞത്. അതായത് നമ്മുടെ ജീവിതത്തിൽ അതിനെന്തില്ല, ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ വേണം, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണം. കേൾക്കുന്നു, നമ്മളെ കേട്ടത് അതുപോലെ അങ്ങോട്ട് വിടുന്നു അല്ലേ. ആമേൻ, സ്തോത്രം. അപ്പം അത് ഈ ഫലം കായ്ച്ചാലും മനുഷ്യർ വന്ന് ചവിട്ടിക്കളയാനും അത്രയേ ഉള്ളത്. ആമേൻ, സ്തോത്രം. നമ്മൾ വചനങ്ങൾ കേൾക്കുന്നു, അല്ല അതിൽ നിന്നൊരു ഫലം നമുക്ക് ലഭിക്കത്തില്ല. അടുത്തിവിടെ പറഞ്ഞ പാറമേൽ വീണ്
പാറമേൽ വീണ് മുളച്ച് ഒരു നനവില്ലാത്തൊരവസ്ഥ, അതായത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നനവില്ലാത്തൊരവസ്ഥ. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് ജൽപ്പനം ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നു, ഇറങ്ങുന്നു, നമുക്ക് അതിൽ നിന്നൊന്നും ഒരു ഫലമില്ല. കാരണം അവിടെ ഒരു നീര്, ദൈവത്തിൻ്റെ വചനം ഞാൻ അറ്റിരികത്ത് നട്ടിരിക്കുന്ന ഫലം എന്ത് ചെയ്യും, തക്ക സമയത്ത് ആ വൃക്ഷം ഫലം കായ്ക്കുമെന്നാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ എന്ത് വേണം, ഒരു നിയന്ത്രണം വേണം. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ പ്രാർത്ഥനയിൽ വേണം. ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മൾ മാറണം. അടുത്തെന്ന് വെച്ചാൽ മുള്ളിനിടയിൽ, അതായത് നമ്മുടെ നിരാശകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളുടെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും, അല്ലേ ആൻറ്റി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ഈസിയാണ്, അല്ലെ പാസ്റ്ററെ നിങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പം, അനുഭവിക്കുന്ന ഞങ്ങളല്ലേ, അല്ലേ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോഴാമേ സ്തോത്രം, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മുള്ളിനിടയിൽ അകപ്പെട്ടു പോയിട്ട് ഇത് ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വണ്ണം ജീവിതത്തിലായി പോവുകയാണ്. അടുത്ത നല്ല നിലത്ത് വീണു. ആമേൻ സ്തോത്രം. ഈ നല്ല നിലം എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ, അല്ലെ നമ്മുടെ ഭവനത്തെ ആണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കായാലും എല്ലാത്തിനും നല്ല നിലമായിട്ട് നമ്മൾ ഒരുക്കണം. ആമേൻ സ്തോത്രം. ഒരുക്കണം എന്ന് ആദ്യം പറഞ്ഞ ഒരു തുറന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോൾ വേണേലും കയറി വരാം, ഒരു സ്ട്രിക്റ്റും ഇല്ലാത്തൊരു ജീവിതമാണ് നിൻ്റെയെങ്കിൽ ആദ്യം അതിനെ കട്ട് ഓഫ് ചെയ്യുക. ദൈവകാര്യങ്ങൾക്കും കാര്യങ്ങൾക്കും കൃത്യമായ സമയങ്ങൾ ജീവിതത്തിൽ വെക്കുക. ആമേൻ സ്തോത്രം. അല്ലേ ദൈവത്തിന് രാവിലെ എഴുന്നേൽക്കുന്ന നീ വെക്കണ സമയത്ത് അതിലെത്ര ബിസി വന്നാലും അത് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. നീ പാർക്കുന്ന പ്രദേശത്ത് നിൻ്റെ സമയത്ത് ദൈവത്തെ നിൻ്റെ സമയം എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിക്റ്റ്ലി ആയിട്ടൊരു ടൈം നമ്മൾ ദൈവസന്നിധി വെച്ച് നീ ആ ദേശത്തിരുന്ന് നിലവിളിക്കുമ്പോൾ ആ ദേശത്തിൽ അനർത്ഥം നിന്നെ തൊടുകയില്ല. ആമേ സ്തോത്ര. ആ ദേശാധിപതി നിൻ്റെ മേ വാഴുവാൻ ദൈവം സമ്മതിക്കില്ല. കാരണം എൻ്റെ മക്കൾ ഇന്ന കറക്റ്റ് സമയമാകുമ്പോൾ എന്നെ സ്തുതിക്കുകയാണ്. ആ ദേശത്ത്, ആ ഭവനത്തെ, ആ ദേശത്ത് ദൈവം ഒരിക്കലും മുടിച്ചു കളയത്തില്ല. ആമേ സ്തോത്ര. ഒരു അന്യനും ഇനി നിൻ്റെ മേ കടക്കില്ല. അതാണ് കോട്ട കാത്തുള്ള സംഹാരക നിനക്കെതിരായി വരുമ്പോൾ ആമേ സ്തോത്ര നീ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന പോലെ ദൈവകാര്യങ്ങൾക്കൊന്ന് തുറന്നിടുക. അതങ്ങനെയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രിക്റ്റ് അല്ല, ദൈവകാര്യങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുമ്പോൾ ആമേ സ്തോത്ര ദൈവം നമ്മളീ പ്രസാദിക്കുവാനിടയാ. രണ്ടാമത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത് നിരാശകളും പ്രതിസന്ധികളും വരുമ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, മുങ്ങിപ്പോകല്. ഹല്ലേലൂയ സ്തോത്ര. അപ്പം ഈ നല്ല നിലം നമ്മൾ തനിയെ ഉണ്ടാക്കണം. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം, വേണ്ടാത്തതൊക്കെ എടുത്ത് കളഞ്ഞ ഒരു നിലം, ഒരു നിലത്ത് നമുക്കറിയാം, നല്ലൊരു നിലം മേടിച്ച് അതിന് നല്ല രീതിയിൽ വെടിപ്പാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിൽ വിത്ത് വിതച്ചാൽ അതിൽ പാപം. ഈ 3 കാര്യങ്ങളിലും ദൈവവചനം പഠിപ്പിക്കുന്നത്, അതായത് വിത്ത് വിതച്ച് അത് ഇടുന്ന സ്ഥലവും ഇടുന്ന ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ. ഇപ്പം വിത്ത് വിതച്ചു, അതെന്ത് ചെയ്തു, ചിലത് പാറ സ്ഥലത്ത് പോയി, ചിലത് മണ്ണിനിടയിൽ, ചിലത് മുള്ളിനിടയിൽ. അപ്പോൾ വീണ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. ആമേ സ്തോത്രം. അല്ലേ. വിത്ത് വിതച്ചിട്ട് അത് ചെന്ന് ചേരുന്ന സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, ടൈമും ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം ചില സീസണുകളിലൊക്കെ ചില ഫലങ്ങൾ കൂടുതൽ കായ്ക്കും. ആമേ സ്തോത്രം. അല്ലേ. ചില തണുപ്പ് കാലത്ത് ഇന്ന ഫലം കൂടുതൽ കായ്ക്കും, വേനൽക്കാലത്തിന്. അപ്പോൾ സീസൺ അനുസരിച്ചിരിക്കും. അപ്പം നമ്മളും ചിലപ്പോൾ സീസൺ വിശ്വാസിയാണ്. ചില സീസണിലും ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ആരാധനയാണ്. ആമേ സ്തോത്രം. അങ്ങനെയല്ല, ഈ ഏത് സമയത്ത് ഈ വചനം നിൻ്റെ ഉള്ളിലേക്ക് വീണാൽ നീ ഒരുങ്ങിയിരിക്കണം. ആമേ സ്തോത്രം. നിൻ്റെ ഹൃദയം അതിനുവേണ്ടി എന്ത് ചെയ്യണം, പാകപ്പെടുത്തണം. അപ്പോൾ ഒരു വിത്ത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് വീഴുന്ന ഇടം. ആമേ സ്തോത്രം. ഈ വീഴുന്ന ഇടം നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ആക്കണം. ആമേ സ്തോത്രം. അത് പാറയിൽ വീഴണോ, അതോ നിൻ്റെ ഹൃദയം പാറ പോലെ ഇരിക്കണോ, അതോ അതുപോലെ റോഡ് പോലെയാണോ, അല്ലെങ്കിൽ മുള്ളു പോലെയാണോ, ഇതിലേത് അവസ്ഥ നീയാണ് തീരുമാനിക്കേണ്ടത്. നീയാണ് നിൻ്റെ ഭവനത്തെ അല്ല നിൻ്റെ ഹൃദയത്തെ പണിതെടുക്കേണ്ടത്. ആമേ സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം, ഒരു വിത്ത് വീണാൽ ആ വിത്തിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആമേ സ്തോത്രം നമ്മുടെ ഹൃദയങ്ങൾ പാകപ്പെടുത്തട്ടെ. എങ്കിൽ മാത്രം ആ വിത്ത് ആ മണ്ണിനടിയിലേക്ക് ചെന്ന് വേരുകൾ മുളച്ച് ആമേ സ്തോത്രം ഇലകൾ വന്ന് പുതിയ ഫലം നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ഫലം കായ്ക്കണമെന്നാണ്. അപ്പോൾ കേൾക്കുന്ന വചനങ്ങൾ, ഒത്തിരി വചനങ്ങൾ കേട്ടിട്ട് കാര്യമില്ല, അത് അനുസരിക്കുന്ന മക്കളായി നമ്മൾ മാറണം. അനുസരണമാണ് ഇതെന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആഴ്ന്നിത് വളരുവാനായിട്ട് ഇടയായിത്തീരുന്നത്, അല്ലേ.
അതാണ് ഈ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീഴുന്ന ഇടം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പാകപ്പെടുത്തിയിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം പെട്ടെന്ന് നമുക്ക് പറയാം. ദൈവവചനത്തിൽ ഒരു എക്സാമ്പിളുണ്ട്. മർക്കോസിൽ ഒരു യുവാവ് അല്ലേ, യുവാവെന്ന് വേണേൽ നമുക്ക് പറയാം. ദൈവത്തിൻ്റെ അടുത്തൽ വന്ന് മുട്ടുകുത്തി, കർത്താവെ നിത്യജീവനെ, ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം പറയണം. അപ്പോൾ ദൈവം പറഞ്ഞു ഇന്ന പോലെ 10 കൽപ്പനകളുടെ കാര്യം. അപ്പോൾ ഇതൊക്കെ ചെറുപ്പം മുതലേ ഞാൻ അനുസരിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. അപ്പം നീ എന്നെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ ഒരു കുറ്റം പറയാം, നിനക്കുള്ളത് ദരിദ്രന്മാർക്ക് കൊടുക്കുക. ആമേ സ്തോത്രം. അപ്പോൾ പ്രവൃത്തിയിലേക്ക് വന്നപ്പോൾ അത്ര സമ്പന്നനായിരുന്നപ്പോൾ അവൻ അതിനെന്തായി, വ്യസനകാരണമായി തീർന്നല്ല, അവനത് അനുസരിപ്പാൻ പറ്റാതെ പോയി. ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാം ചെയ്യുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു. ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? നിൻ്റെ സ്വഭാവത്തിനായിക്കോട്ടെ, നിൻ്റെ വളർച്ചയ്ക്ക്, നിൻ്റെ വിശ്വാസത്തിൻ്റെ നിലവാരത്തിന് മാറ്റമുണ്ടോ എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യാം, ദൈവസന്ധി ശോധന ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ തീത്തോസിൽ ഒരു വചനം 1-ാം അധ്യായത്തിൻ്റെ 16 അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അല്ലേ, അവരെന്താണ്, അരയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരായിത്തീരുന്നു. ആമേ സോറി. ഇപ്പോൾ ഈ വചനങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തത് ആയിത്തീരുന്ന എപ്പോഴാണ്? പ്രവൃത്തിയെ നമ്മൾ നിഷേധിക്കുമ്പോഴാണ്. ആമേ സ്തോത്രം. അപ്പോൾ ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കേൾക്കുന്ന അല്ലെങ്കിൽ 100ഓളം പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്താണ് നിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി എന്താണ് പ്രബോധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഒരു പ്രവചനങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റുന്ന വചനങ്ങൾ നമ്മൾ കേൾക്കണം. ആമേ സ്തോത്രം. അല്ലേ, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന നമ്മളെന്ത് പ്രസംഗങ്ങൾ കേൾക്കണം. അപ്പോൾ ഈ കേട്ടപ്പെട്ട വചനപ്രകാരം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ആമേ സ്തോത്രം. ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിനറിയാം അവിടെ നിന്ന പുരുഷാരങ്ങൾക്കെല്ലാം ചെവിയുണ്ട്. പക്ഷെ ദൈവം ഉദ്ദേശിച്ചത് നിൻ്റെ എന്താണ്, ആ ചെവി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കേട്ട കാര്യം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനെ ഉൾക്കൊള്ളേണ്ട വിധത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനപ്രകാരം നല്ല നിലങ്ങളായി നമ്മുടെ ഹൃദയങ്ങൾ ഒരു തരിശുനില അല്ലേ, നമ്മൾ മുള്ളിലും പാറ എല്ലാം മാറ്റിയിട്ട് ആമേ സ്തോത്രം ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിക്കുക. ഇനി വചനങ്ങളെ കേൾക്കുമ്പോൾ അത് വന്ന് വീണ് അത് വളരണം. ആമേ വിശ്വാസത്തിൽ വളരണം. ആമേ സ്തോത്രം. അപ്പോൾ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ വചനപ്രകാരം എന്നെ നിങ്ങളെ ഓരോരുത്തരും ദൈവം വളരെ അനുഗ്രഹിക്കുമാറാട്ടെ. കൃപയാ മിനിസ്ട്രിയുടെ വേറെ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.